നിർത്തൂ. ഈ വീഡിയോ കാണുന്നതിന് മുൻപ് ഒരു നിമിഷം നിങ്ങളുടെ കയ്യിലുള്ള ഒരു പേനയിലേക്കും പേപ്പറിലേക്കും നോക്കൂ. ഇത് വെറും എഴുതാനുള്ള ഉപകരണങ്ങളാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കഥ എഴുതാൻ പ്രപഞ്ചം നിങ്ങളുടെ കയ്യിൽ തന്ന മാന്ത്രിക വടികളാണിവ. നിങ്ങൾ ഇന്ന് ഈ പേപ്പറിൽ എന്തെഴുതുന്നുവോ അത് നാളെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ലോക പ്രശസ്ത നടൻ ജിം കാരിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ദരിദ്രനായിരുന്ന കാലത്ത് തനിക്ക് $10 മില്യൺ പ്രതിഫലം ലഭിക്കുമെന്ന് ഒരു ചെക്കിൽ എഴുതി പോക്കറ്റിൽ വെച്ചു. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ആഗ്രഹിച്ച കൃത്യം തുക തന്നെ അദ്ദേഹത്തെ തേടിയെത്തി. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ തുക മാറ്റണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട് സ്വന്തമാക്കണോ? അതോ പരാജയങ്ങളിൽ നിന്ന് വിജയത്തിലേക്ക് കുതിക്കണോ? എങ്കിൽ ഈ വീഡിയോയുടെ ഓരോ നിമിഷവും ശ്രദ്ധിച്ചു കേൾക്കുക. കാരണം നിങ്ങളുടെ വിധി നിങ്ങളുടെ കൈപ്പടയിൽ മാറ്റി എഴുതാനുള്ള ആ പരമരഹസ്യമാണ് ഞാൻ ഇന്ന് വെളിപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റാൻ തയ്യാറാണെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക. I am the creator. നമസ്കാരം സുഹൃത്തുക്കളെ, മാസ്റ്റർ മൈൻഡ് മലയാളത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, എന്നിട്ടും എന്തുകൊണ്ടാണ് വിജയിക്കാത്തത്? സുഹൃത്തുക്കളെ, നിങ്ങൾ പുറം ലോകത്ത് പണിയെടുക്കുന്നതിനേക്കാൾ വേഗത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങളുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്യുന്നതിലൂടെ സാധിക്കും. അതിനുള്ള ഏറ്റവും പവർഫുൾ ആയ മാർഗമാണ് സ്ക്രിപ്റ്റിംഗ്. വെറുതെ പേപ്പറിൽ കുറിച്ചിടുന്നതല്ല ഇത്, മറിച്ച് നിങ്ങളുടെ ഭാവിയിലേക്ക് ഒരു പാലം പണിയുന്ന വിദ്യയാണ്. എങ്ങനെ ഒരു ഡയറിയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതണം, എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതെങ്ങനെ പ്രപഞ്ചത്തിൽ ചലനമുണ്ടാക്കും, ഇതെല്ലാം 5 അതിപ്രധാനമായ പോയിന്റുകളിലൂടെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വിവരിച്ചു തരാം. ഈ കുറച്ച് മിനിറ്റ് നിങ്ങൾ എനിക്കൊപ്പം ചിലവഴിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത അധ്യായം സന്തോഷത്തിൻ്റെതാക്കി മാറ്റാൻ എനിക്ക് സാധിക്കും. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഇതുപോലെയുള്ള മാനിഫെസ്റ്റേഷൻ രഹസ്യങ്ങളും മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച് വിജയിക്കാനുള്ള വഴികളും നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൽ തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മുടെ ചാനലിലെ ഓരോ വീഡിയോയും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആകാം. തയ്യാറല്ലേ? എങ്കിൽ നിങ്ങളുടെ ഡയറിയും പേനയും എടുത്തു വെച്ചോളൂ. നമുക്ക് നിങ്ങളുടെ വിജയഗാഥ എഴുതി തുടങ്ങാം. ഒന്നാമത്തെ പോയിന്റിലേക്ക് കടക്കാം. പോയിന്റ് 1, വർത്തമാനകാലത്തിൽ എഴുതുക. സ്ക്രിപ്റ്റിംഗിലെ ഒന്നാമത്തെയും ഏറ്റവും അടിസ്ഥാനപരമായതുമായ നിയമമാണിത്. നിങ്ങളുടെ ആഗ്രഹം എഴുതുമ്പോൾ അത് വർത്തമാനകാലത്തിൽ അഥവാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിൽ വേണം എഴുതാൻ. പലരും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയാമോ? അവർ എഴുതുന്നത് എനിക്കൊരു നല്ല ജോലി ലഭിക്കണമെന്നോ അല്ലെങ്കിൽ ഭാവിയിൽ ഞാൻ ഒരു വലിയ വീട് പണിയും എന്നോ ആയിരിക്കും. ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? എന്റെ കയ്യിൽ ഇപ്പോൾ അതില്ല എന്നാണോ? പ്രപഞ്ചം നിങ്ങളുടെ ആ വികാരത്തെയാണ് ഏറ്റെടുക്കുന്നത്. നിങ്ങൾ വേണം എന്ന് പറയുമ്പോൾ ഇല്ല എന്ന ദാരിദ്ര്യബോധമാണ് അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ എഴുത്ത് രീതി മാറ്റുക. എനിക്കൊരു കാർ വേണം എന്നതിന് പകരം ഞാനിപ്പോൾ എന്റെ പുതിയ കാറിൽ യാത്ര ചെയ്യുകയാണ് എന്നെഴുതുക. എന്റെ ബിസിനസ് വിജയിക്കണം എന്നതിന് പകരം എന്റെ ബിസിനസ് ഓരോ ദിവസവും അത്ഭുതകരമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നെഴുതുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഉപബോധ മനസ്സിന് സങ്കല്പവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. നിങ്ങൾ ഒരു കാര്യം ഇപ്പോൾ നടക്കുന്നു എന്ന് ആവർത്തിച്ചെഴുതുമ്പോൾ മനസ്സ് അത് സത്യമാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങും. മനസ്സ് ഒരു കാര്യം സത്യമാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ പ്രപഞ്ചം പുതിയ വഴികളും അവസരങ്ങളും നിങ്ങളുടെ മുന്നിൽ തുറന്നു തരും. ഓർക്കുക, പ്രപഞ്ചം ഒരു കണ്ണാടി പോലെയാണ്. നിങ്ങൾ അതിനു മുന്നിൽ നിന്ന് എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വേണം എന്ന അവസ്ഥ തന്നെ തിരിച്ചു നൽകും. എന്നാൽ എനിക്കുണ്ട് എന്ന് നന്ദിയോടെ പറയുമ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ നൽകും. ഞാൻ എന്ന് തുടങ്ങുന്ന വാചകങ്ങൾക്ക് ലോകത്തെ മാറ്റാൻ ശക്തിയുണ്ട്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് വിശ്വസിക്കുന്നുവോ അത് തന്നെയായി നിങ്ങൾ മാറും. സുഹൃത്തുക്കളെ, നമുക്കിപ്പോഴേ ഇതൊന്ന് പരീക്ഷിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ഇപ്പോൾ നടന്നു കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് വർത്തമാനകാലത്തിൽ ഒരു വാചകമായി താഴെ കമന്റ് ചെയ്യുക. ഉദാഹരണത്തിന്, ഞാനൊരു വിജയിയാണ്, അല്ലെങ്കിൽ ഞാൻ സാമ്പത്തികമായി സ്വതന്ത്രനാണ്. നിങ്ങൾ അത് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ആ കൽപ്പന ആഴത്തിൽ പതിയുകയാണ്. മടിക്കാതെ ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യൂ. പോയിന്റ് 2, ഇന്ദ്രിയാനുഭവങ്ങൾ ഉൾപ്പെടുത്തുക. നമ്മൾ വർത്തമാനകാലത്തിൽ എഴുതാൻ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടം ആ എഴുത്തിന് ജീവൻ നൽകുക എന്നതാണ്. വെറുമൊരു വരി പേപ്പറിൽ എഴുതിയാൽ മാത്രം പോരാ. ആ രംഗം വിവരിക്കുമ്പോൾ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെയും 5 സെൻസസ് അതിൽ ഉൾപ്പെടുത്തണം. എന്തുകൊണ്ടാണ് ഇന്ദ്രിയാനുഭവങ്ങൾ ഇത്ര പ്രധാനമാകുന്നത്? കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സിന് ചിത്രങ്ങളെക്കാളും വാക്കുകളെക്കാളും വേഗത്തിൽ അനുഭവങ്ങളെയാണ് മനസ്സിലാക്കാൻ കഴിയുക. നിങ്ങൾ ഒരു കാര്യം എഴുതുമ്പോൾ അത് ഒരു കറുപ്പും വെളുപ്പും സിനിമ പോലെയല്ല വേണ്ടത്, മറിച്ച് എല്ലാ ശബ്ദങ്ങളും മണങ്ങളും സ്പർശനങ്ങളുമുള്ള ഒരു 4K സിനിമ പോലെ ആയിരിക്കണം. എങ്ങനെയാണ് ഇത് പ്രായോഗികമായി ചെയ്യുക? നമുക്കൊരു ഉദാഹരണം എടുക്കാം. നിങ്ങളൊരു പുതിയ വീട് സ്വന്തമാക്കുന്നതിനെ കുറിച്ചാണ് എഴുതുന്നതെന്ന് വിചാരിക്കുക. എനിക്കൊരു പുതിയ വീട് ലഭിച്ചു എന്ന് മാത്രം എഴുതരുത്. പകരം ഇങ്ങനെ എഴുതുക: സ്പർശം, ടച്ച്. ഞാൻ എന്റെ പുതിയ വീടിന്റെ പൂമുഖത്ത് നിൽക്കുകയാണ്. വരാന്തയിലെ തണുത്ത മാർബിളിൽ എന്റെ പാദങ്ങൾ അമരുന്നത് ഞാൻ അറിയുന്നു.
ആ വീടിന്റെ തടി കൊണ്ടുള്ള കവാടം ഞാൻ തൊടുമ്പോൾ അതിന്റെ മിനുസം എന്റെ വിരലുകളിൽ അനുഭവപ്പെടുന്നു. ഗന്ധം, സ്മെൽ. വീടിനുള്ളിൽ ചന്ദനത്തിരിയുടെയോ അല്ലെങ്കിൽ പുതിയ പെയിന്റിന്റെയോ ആ മണം പടർന്നു നിൽക്കുന്നു. അടുക്കളയിൽ നിന്ന് അമ്മയുണ്ടാക്കുന്ന ചായയുടെ മണം എന്നെ തേടിയെത്തുന്നു. ശബ്ദം, സൗണ്ട്. പുറത്ത് കിളികളുടെ ശബ്ദവും കാറ്റത്ത് മരങ്ങളാടുന്ന ശബ്ദവും ഞാൻ കേൾക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവർ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് എന്റെ കാതുകളിൽ മുഴങ്ങുന്നു. കാഴ്ച, സൈറ്റ്. ജനലിലൂടെ അകത്തേക്ക് വരുന്ന സ്വർണ്ണ നിറത്തിലുള്ള സൂര്യപ്രകാശം ചുവരുകളിൽ പ്രതിഫലിക്കുന്നത് ഞാൻ കാണുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത്രത്തോളം വ്യക്തമായി കാര്യങ്ങൾ വിവരിച്ചെഴുതുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം വിചാരിക്കുക ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നാണ്. നിങ്ങൾ ആ കാറിന്റെ സ്റ്റിയറിംഗിലെ സ്പർശമോ ആ വീടിന്റെ താക്കോലിന്റെ ഭാരമോ നിങ്ങളുടെ എഴുത്തിലൂടെ അനുഭവിക്കണം. നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ വിവരിക്കുന്നുവോ അത്രത്തോളം ആ ഊർജം പ്രപഞ്ചത്തിലേക്ക് പടരുകയും അത് യാഥാർത്ഥ്യമാകാൻ തുടങ്ങുകയും ചെയ്യും. പലരും പരാജയപ്പെടുന്നത് അവർ വെറും ഉപരിപ്ലവമായി എഴുതുന്നതുകൊണ്ടാണ്. എനിക്ക് പണം ലഭിച്ചു എന്ന് പറയുന്നതിന് പകരം ആ പണം നിങ്ങളുടെ കൈകളിൽ വെക്കുമ്പോൾ ആ പേപ്പറിന്റെ ഗന്ധവും അതിന്റെ സ്പർശനവും വിവരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ ഡയറി നിങ്ങളുടെ ഭാവിയുടെ ഒരു വാതിലായി മാറട്ടെ. ഇപ്പോൾ തന്നെ ഒരു ചെറിയ പരീക്ഷണം ചെയ്യാം. നിങ്ങളുടെ ആഗ്രഹം സഫലമായ ഒരു നിമിഷം ആലോചിക്കുക. ആ നിമിഷം നിങ്ങൾ കേൾക്കുന്ന ഒരു പ്രത്യേക ശബ്ദമോ അല്ലെങ്കിൽ അനുഭവിക്കുന്ന ഒരു സ്പർശനമോ എന്താണെന്ന് ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യുക. ഉദാഹരണത്തിന്, പുതിയ കാറിന്റെ സ്റ്റിയറിംഗിലെ തണുപ്പ് ഞാൻ അറിയുന്നു. നിങ്ങളുടെ ഈ കമന്റ് നിങ്ങളുടെ വിഷ്വലൈസേഷനെ 10 ഇരട്ടി ശക്തിപ്പെടുത്തും. ഉടനെ കമന്റ് ചെയ്യും. പോയിന്റ് 3. വൈകാരികമായ ബന്ധം. നമ്മൾ വർത്തമാനകാലത്തിൽ എഴുതി ഇന്ദ്രിയാനുഭവങ്ങൾ ചേർത്തു. ഇനി ഇതിനെയെല്ലാം ജീവനുള്ളതാക്കി മാറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വൈകാരികമായ ബന്ധം, ഇമോഷണൽ കണക്ഷൻ. സുഹൃത്തുക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പ്രപഞ്ചത്തിന് വാക്കുകൾ അറിയില്ല, ഭാഷകൾ അറിയില്ല. പ്രപഞ്ചത്തിന് മനസ്സിലാകുന്ന ഏക ഭാഷ നിങ്ങളുടെ വികാരങ്ങളാണ്, വൈബ്രേഷൻസ്. നിങ്ങൾ എത്ര മനോഹരമായി എഴുതിയാലും ആ എഴുതുന്ന വരികളിൽ നിങ്ങളുടെ ഹൃദയത്തിലെ വികാരമില്ലെങ്കിൽ അത് വെറും കടലാസ് തുണ്ടുകൾ മാത്രമായി അവശേഷിക്കും. എങ്ങനെയാണ് വികാരങ്ങൾ ചേർക്കുക? പലരും എഴുതാറുണ്ട്, എനിക്ക് 1,00,000 രൂപ ലഭിച്ചു എന്ന്. എന്നാൽ അതിലൊരു വികാരവുമില്ല. അതിനു പകരം ഇങ്ങനെ എഴുതി നോക്കൂ: ആ പണം എന്റെ കയ്യിലിരിക്കുമ്പോൾ എന്റെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ആ വലിയ ആശ്വാസത്തിന് നന്ദി. എന്റെ കടബാധ്യതകളെല്ലാം തീർന്നു എന്നറിഞ്ഞപ്പോൾ എന്റെ നെഞ്ചിൽ നിന്ന് ഇറക്കി വെച്ച ആ വലിയ ഭാരത്തിന് നന്ദി. എന്റെ മാതാപിതാക്കളുടെ മുഖത്ത് വിരിയുന്ന ആ സന്തോഷം കാണുമ്പോൾ എന്റെ കണ്ണുകൾ നിറയുകയാണ്. കണ്ടോ? ഈ വരികൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചലനമുണ്ടാകുന്നുണ്ടോ? എങ്കിൽ വിശ്വസിക്കൂ, നിങ്ങളുടെ ഉപബോധ മനസ്സ് ഇത് സ്വീകരിച്ചു കഴിഞ്ഞു. എഴുതുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം കൊണ്ട് രോമാഞ്ചം വരണം. നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞു എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയണം. എന്തുകൊണ്ടാണ് ഇത് ഇത്ര പവർഫുൾ ആകുന്നത്? നിങ്ങളുടെ വികാരങ്ങളാണ് പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ അയക്കുന്ന സിഗ്നലുകൾ. നിങ്ങൾ സന്തോഷത്തിലും നന്ദിയിലുമായിരിക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തോട് പറയുന്നത് ഇത് എന്റേതാണ് എന്നാണ്. ഭയത്തോടും സംശയത്തോടും കൂടിയാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ പ്രപഞ്ചം നിങ്ങളിൽ നിന്ന് ആ ആഗ്രഹത്തെ അകറ്റും. നിങ്ങൾ എഴുതുന്ന ഓരോ വാക്കിലും ആ വികാരം നിറയ്ക്കുക. ഒരു സിനിമയിലെ ഏറ്റവും ഹൃദയസ്പർശിയായ രംഗമെഴുതുന്ന തിരക്കഥാകൃത്തിനെ പോലെ നിങ്ങളുടെ ഭാവിയെ വൈകാരികമായി സമീപിക്കുക. വികാരങ്ങൾ ചേരുമ്പോൾ നിങ്ങളുടെ സ്ക്രിപ്റ്റ് വെറുമൊരു എഴുത്തല്ല, മറിച്ച് പ്രപഞ്ചത്തിന് മുന്നിൽ സമർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയായി മാറും. ഇപ്പോൾ നമുക്കിതൊന്ന് അനുഭവിച്ചു നോക്കാം. നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞു എന്ന് സങ്കല്പിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്ന ആ ഒരു വികാരം, അത് സന്തോഷമാണോ, സമാധാനമാണോ, അതോ ആശ്വാസമാണോ? ആ ഒറ്റ വാക്ക് ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യുക. ഉദാഹരണത്തിന്, സന്തോഷം അല്ലെങ്കിൽ പീസ്. നിങ്ങൾ അത് ടൈപ്പ് ചെയ്യുമ്പോൾ ആ വികാരത്തിൽ ഉറച്ചു നിൽക്കുക. ആ വൈബ്രേഷൻ നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കും. പോയിന്റ് 4. നന്ദിയോടെ അവസാനിപ്പിക്കുക. നമ്മൾ വർത്തമാനകാലത്തിൽ എഴുതി ദൃശ്യങ്ങളും വികാരങ്ങളും ചേർത്തു. ഇനി നമ്മുടെ ഈ സ്ക്രിപ്റ്റിംഗ് പ്രക്രിയയെ പൂർണ്ണതയിലെത്തിക്കുന്ന പ്രപഞ്ചത്തിന്റെ അനുഗ്രഹം ഉറപ്പാക്കുന്ന ഘട്ടമാണിത്. നന്ദിയോടെ അവസാനിപ്പിക്കുക. എൻഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. പലരും ചോദിക്കാറുണ്ട്, എല്ലാം എഴുതി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് നന്ദി പറയുന്നത്? സുഹൃത്തുക്കളെ, നന്ദി എന്നത് വെറുമൊരു മര്യാദയല്ല, അതൊരു വലിയ ഊർജമാണ്. നിങ്ങൾ ഒരു കാര്യം ലഭിക്കുന്നതിന് മുൻപേ അതിന് നന്ദി പറയുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്നറിയാമോ? ഈ കാര്യം എനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നാണ്. എങ്ങനെയാണ് നന്ദി എഴുതേണ്ടത്? നിങ്ങളുടെ ഡയറിയിലെ ആ ദിവസത്തെ സ്ക്രിപ്റ്റിംഗ് അവസാനിപ്പിക്കുമ്പോൾ ഏറ്റവും താഴെയായി ഇങ്ങനെ എഴുതുക: എന്റെ ഈ ആഗ്രഹം ഇത്ര മനോഹരമായി സാധിച്ചു തന്നതിന് പ്രപഞ്ചത്തിന് അല്ലെങ്കിൽ ദൈവത്തിന് കോടാനുകോടി നന്ദി. ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ സന്തോഷത്തിന് നന്ദി, നന്ദി, നന്ദി. ഈ നന്ദി, താങ്ക് യു എന്ന വാക്കിന് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ നീക്കാൻ അസാമാന്യമായ ശക്തിയുണ്ട്. നിങ്ങൾ പരാതിപ്പെടുമ്പോൾ പ്രപഞ്ചം നിങ്ങളിൽ നിന്ന് അകലുന്നു. എന്നാൽ നിങ്ങൾ നന്ദി പറയുമ്പോൾ പ്രപഞ്ചം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ഒരാൾക്ക് ഒരു സമ്മാനം നൽകി. അയാൾ അത് സന്തോഷത്തോടെ വാങ്ങി നിങ്ങളോട് ആത്മാർത്ഥമായി നന്ദി പറഞ്ഞാൽ നിങ്ങൾക്ക് അയാൾക്ക് വീണ്ടും സമ്മാനങ്ങൾ നൽകാൻ തോന്നില്ലേ? പ്രപഞ്ചവും അങ്ങനെയാണ്. നിങ്ങൾ നൽകുന്ന ഓരോ നന്ദിയും കൂടുതൽ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരാനുള്ള വാതിലുകൾ തുറക്കുകയാണ് ചെയ്യുന്നത്. വിശ്വാസത്തിന്റെ മുദ്ര, ദ സീൽ ഓഫ് ഫെയ്ത്ത്. നിങ്ങൾ നന്ദി എഴുതി പേന താഴെ വെക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ സമാധാനം ഉണ്ടാകണം.
ഇത് സംഭവിച്ചു കഴിഞ്ഞു എന്ന ആ ഉറപ്പാണ് നന്ദി പ്രകടനത്തിലൂടെ നമ്മൾ കൈവരിക്കുന്നത്. ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആസ്കിംഗ് സ്റ്റേറ്റ്, അത് ലഭിച്ചു കഴിഞ്ഞ അവസ്ഥയിലേക്ക് റിസീവിംഗ് സ്റ്റേറ്റ് മാറാനുള്ള ഏക വഴി നന്ദി പറയുക എന്നതാണ്. നിങ്ങളുടെ സ്ക്രിപ്റ്റിലെ അവസാന വരികൾ എപ്പോഴും നന്ദിയുടേതാകട്ടെ. സുഹൃത്തുക്കളെ, നമുക്കിപ്പോഴേ ഈ നന്ദിയുടെ ഊർജം പ്രകാശിപ്പിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനോടകം ലഭിച്ച ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിനോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന വലിയ കാര്യത്തിനോ വേണ്ടി പൂർണ്ണമായ മനസ്സോടെ താഴെ കമന്റ് ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സ്. ഈ വാക്കുകൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം ഒഴുകി വരുന്നത് സങ്കല്പിക്കുക. മടിക്കാതെ ഇപ്പോൾ തന്നെ നന്ദി പറയൂ. പോയിന്റ് 5, സ്ഥിരതയും വിട്ടുനൽകലും. നമ്മളെല്ലാം എഴുതി കഴിഞ്ഞു. ഇനി ഈ പ്രക്രിയയിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് സ്ഥിരതയും വിട്ടുനൽകലും. പലരും ചോദിക്കാറുണ്ട്, ഞാൻ ഒരു ദിവസം എഴുതി, എന്നിട്ടും എന്താണ് ഒന്നും സംഭവിക്കാത്തത്? സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു ജിമ്മിൽ പോയി ഒരു ദിവസം വ്യായാമം ചെയ്താൽ പിറ്റേന്ന് ബോഡി ബിൽഡർ ആകുമോ? അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്യുന്നതും. എല്ലാ ദിവസവും കൃത്യമായ സമയത്ത്, അതായത് രാവിലെ എഴുന്നേറ്റ ഉടനെയോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് തൊട്ടു മുൻപോ നിങ്ങളുടെ ഡയറിയിൽ ഈ സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്നത് ഒരു ശീലമാക്കുക. ഇതാണ് സ്ഥിരത, കൺസിസ്റ്റൻസി. വിട്ടുനൽകുക എന്ന കല, ദി ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ. എന്നാൽ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്നാണ് വിട്ടുനൽകുക എന്നത്. പലരും എഴുതി കഴിഞ്ഞാൽ പിന്നെ ഓരോ മിനിറ്റിലും ആകുലപ്പെടാൻ തുടങ്ങും. ഇത് എപ്പോൾ നടക്കും? എങ്ങനെ നടക്കും? ഇതൊക്കെ നടക്കുമോ? ഇത്തരം സംശയങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ തടഞ്ഞു നിർത്തുന്ന വലിയ മതിലുകളാണ്. നിങ്ങളൊരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്തു എന്ന് വിചാരിക്കുക. ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സമാധാനമായി ഇരിക്കില്ലേ? അത് നിങ്ങളെ തേടി വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. ഓരോ നിമിഷവും നിങ്ങൾ ആ കമ്പനിയിലേക്ക് വിളിച്ച് എന്റെ സാധനം എവിടെ എന്ന് ചോദിക്കില്ല. ഇതേ ഉറപ്പ് നിങ്ങളുടെ സ്ക്രിപ്റ്റിംഗിന്റെ കാര്യത്തിലും വേണം. നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അത് പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. എന്റെ ജോലി ഞാൻ ചെയ്തു കഴിഞ്ഞു, ഇനി പ്രപഞ്ചം അതിന്റെ ജോലി ചെയ്യും എന്ന ആ വലിയ വിശ്വാസത്തിലേക്ക് നിങ്ങൾ മാറണം. നിങ്ങൾ എത്രത്തോളം മുറുകെ പിടിക്കുന്നുവോ അത്രത്തോളം ആ ആഗ്രഹം നിങ്ങളിൽ നിന്ന് അകന്നു പോകും. എന്നാൽ നിങ്ങൾ അത് സമാധാനത്തോടെ വിട്ടു നൽകുമ്പോൾ അത് നിങ്ങളെ തേടി ഓടിയെത്തും. വിട്ടു നൽകുക എന്നാൽ ആഗ്രഹം ഉപേക്ഷിക്കുക എന്നല്ല അർത്ഥം, മറിച്ച് സംശയം ഉപേക്ഷിക്കുക എന്നാണ്. നിങ്ങളുടെ ഡയറി അടച്ചു വെക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരിക്കണം. ഇത് സംഭവിച്ചു കഴിഞ്ഞു എന്ന ആ ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പോകൂ. പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ വഴികൾ വെട്ടിത്തെളിക്കുന്നത് നിങ്ങൾക്ക് ഉടനെ കാണാം. സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് മിനിറ്റായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെറും ഒരു അറിവല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റിയെഴുതാനുള്ള ഒരു മാന്ത്രിക വിദ്യയാണ്. സ്ക്രിപ്റ്റിംഗിലെ ഈ 5 ഘട്ടങ്ങൾ, അതായത് വർത്തമാനകാലത്തിൽ എഴുതുന്നത് മുതൽ അത് പ്രപഞ്ചത്തിന് വിട്ടുനൽകുന്നത് വരെ, ഇനി നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. ഇന്ന് ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഡയറി അടച്ചു വെക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ മനുഷ്യനാണ്. നിങ്ങളുടെ കൈപ്പടയിൽ നിങ്ങളുടെ ഭാവി മാറ്റാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി പരാതികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനമില്ല. പകരം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വലിയ വിജയത്തിന്റെ തിരക്കഥ എഴുതാൻ തുടങ്ങുക. പ്രപഞ്ചം നിങ്ങളെ സഹായിക്കാൻ കൈകോർത്തു നിൽക്കുകയാണ്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ അറിവ് ലഭിച്ചുവെന്നും നിങ്ങളുടെ ചിന്താഗതിയിൽ ഒരു മാറ്റം വന്നുവെന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്. നമ്മുടെ ഈ ചാനലായ മാസ്റ്റർ മൈൻഡ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള മാനിഫെസ്റ്റേഷൻ രഹസ്യങ്ങളും മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച് വിജയിക്കാനുള്ള വിദ്യകളും ലളിതമായ മലയാളത്തിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ എന്നും ശ്രമിക്കും. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഓരോ ലൈക്കും ഓരോ കമന്റും എനിക്ക് നൽകുന്ന ഊർജം വളരെ വലുതാണ്. കൂടുതൽ ആളുകളിലേക്ക് ഈ അറിവ് എത്തിക്കാൻ അത് എന്നെ സഹായിക്കും. അതുകൊണ്ട് മറക്കാതെ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ഒപ്പം ആ ബെൽ ഐക്കൺ കൂടി ഓൺ ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ആ വലിയ സ്വപ്നങ്ങൾ സഫലമാകട്ടെ എന്ന് ഞാൻ മനസ്സാ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിജയഗാഥകൾ കമന്റ് ബോക്സിൽ വായിക്കാൻ ഞാൻ കാത്തിരിക്കും. അടുത്ത ഒരു പവർഫുൾ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി പ്രവർത്തിക്കുക, അവ എഴുതിക്കൊണ്ടേയിരിക്കുക. നന്ദി, നമസ്കാരം.